വെൽക്കം ഓൾ. ഞാൻ ശ്രീനാരായണ ട്രെയിനിങ് കോളേജിലെ BEd സ്റ്റുഡൻ്റാണ്. വിജി. മാത്തമാറ്റിക്സ് ഓപ്ഷനിലാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ പ്രിസം എന്ന ചാപ്റ്ററിലെ ചെറിയ ടോപ്പിക്കാണ്. ചെറുതാണെങ്കിലും അത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, ആക്ച്വലി എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്കറിയാം. ഓക്കെ, ഹെൽപ്പ് ചെയ്യില്ലേ? ഓക്കെ, ചെയ്യും. ഇതേ ഒരു വെസൽ കാണുന്നില്ലേ, ഇവിടെ ഒരു പാത്രം. ഇതെൻ്റെ മോന് പാല് വാങ്ങിക്കാനായിട്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷേ ഇതിൽ എത്രത്തോളം പാല് കൊള്ളുമെന്ന് എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല. എനിക്ക് എത്ര പാൽ ഇതിൽ കൊള്ളും എന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്കതിനനുസരിച്ച് പാല് വാങ്ങിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഇതൊന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ നിൽക്കണം. ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ കൂടെ നിൽക്കത്തില്ല എൻ്റെ? ഓക്കെ, ഇതിവിടെ ഒരു പ്രശ്നം എന്നുള്ളത്, എനിക്ക് എന്താണ് ഈ പാത്രത്തിൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയില്ല. പാത്രത്തിനകത്ത് പാൽ എത്ര കൊള്ളും എന്നാണ് അറിയേണ്ടത്. പക്ഷേ എന്താ അപ്പോൾ കണ്ടുപിടിക്കേണ്ടത്? പാത്രത്തിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതാ ഒരു ഗ്ലാസ്സിൽ പാലൊഴിക്കുന്നതാണ് കാണുന്നത്, ആണല്ലോ? അതെ. അപ്പോൾ ഗ്ലാസ്സിൻ്റെ എവിടെയാണ് പാലൊഴിക്കുന്നത്? ഗ്ലാസ്സിൻ്റെ ഉള്ളിലാണ് ഒഴിക്കുന്നത്, അല്ലേ? അപ്പോൾ ഗ്ലാസ്സിൻ്റെ ഉള്ളിലാണ് പാലൊഴിക്കുന്നത്. അങ്ങനെയെങ്കിൽ ടീച്ചർ വാങ്ങിച്ച ആ പാത്രത്തിൻ്റെ ഉള്ളിലല്ലേ പാലൊഴിക്കുന്നത്? അത് പുറത്താണോ? അല്ല, പാത്രത്തിനകത്താണല്ലേ പാലൊഴിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര പാൽ കൊള്ളുമെന്നറിയാൻ എന്ത് കണ്ടുപിടിക്കണം? പാത്രത്തിൻ്റെ ഉള്ളിലാണ് പാല് ഒഴിക്കുന്നത്. അപ്പോൾ എത്ര പാലാണ് പാത്രത്തിൽ കൊള്ളുന്നത് എന്നറിയാൻ ടീച്ചർ പാത്രത്തിൻ്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? എന്ത് കണ്ടുപിടിക്കണം? അതെ, ഉള്ളിൻ്റെ അളവ് കണ്ടുപിടിക്കണം, അല്ലേ? ഉള്ളിൻ്റെ അളവിനെ എന്തെന്ന് പറയും? ഉള്ളളവ് കണ്ടുപിടിക്കണം. നിങ്ങൾ നല്ല മിടുക്ക പിള്ളേരാണല്ലോ, പെട്ടെന്ന് കണ്ടുപിടിച്ചല്ലോ. ഉള്ളിൻ്റെ അളവ് കണ്ടുപിടിക്കണം, ഉള്ളളവ് കണ്ടുപിടിക്കണം. ഇതിനെ നമ്മൾ മാത്തമെറ്റിക്കലി വേറൊരു പേരല്ലേ പറയുന്നത്? വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്നൊക്കെയല്ലേ പറയുന്നത്? ഓക്കെ, നിങ്ങളിത് നേരത്തെ പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം. വ്യാപ്തവും വോളിയൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ് വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത്? ഒരു വസ്തു സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലം അല്ലെങ്കിൽ പൊള്ളയായ ഒരു വസ്തു ആണെങ്കിൽ അതിൻ്റെ അകത്തെ അളവ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉള്ളിലെ അളവ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വ്യാപ്തം എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പം നിങ്ങൾക്കിതൊക്കെ ഓർമ്മയുണ്ട്, അല്ലേ? ഇനി നമ്മൾ പാത്രത്തിലേക്ക് വരാം. പക്ഷേ ഈ പാത്രത്തിൻ്റെ ഉള്ളളവ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, അല്ലേ? പാത്രത്തിൻ്റെ ഉള്ളളവെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിച്ച എന്തിനെങ്കിലും ഇതുമായിട്ട് സാമ്യമുണ്ടോ? സാമ്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ആ വോളിയം കണ്ടുപിടിക്കാമായിരുന്നു. ഇതാ ഒരു പുതിയൊരു പിക്ചർ വന്നില്ലേ? ഓക്കെ, ഒരു മൂവ്മെൻ്റ് ഉള്ളൊരു പിക്ചർ, ഒരു ചലിക്കുന്ന പിക്ചർ കണ്ടോ? അതെന്താ? നമ്മൾ ഈ യൂണിറ്റിൽ തന്നെ, ഈ പാഠത്തിൽ പ്രിസം എന്ന് പറയുന്ന പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇതൊരു പ്രിസം അല്ലേ? മുകളിലും താഴെയും ഒരേ ആകൃതിയും ഒരേ വലുപ്പത്തിൽ നിൽക്കുകയല്ലേ? അതേപോലെ താഴെ തൊട്ട് മുകൾ വരെ ഒരേ രീതിയിൽ ഇങ്ങനെ പോയിരിക്കുകയല്ലേ? ഇതിനെ അതുകൊണ്ട് നമുക്ക് പ്രിസം എന്ന് പറയാം. ഇതെന്ത് പ്രിസമാണ്? പ്രിസത്തിൻ്റെ ബേസ് നോക്കി നമ്മൾ പറയും, അല്ലേ? ഇതെന്ത് പ്രിസമാണ്? വൃത്തസ്തംഭം എന്ന് പറയും, അല്ലെങ്കിൽ ഇതിനെന്തെന്ന് പറയും? സിലിണ്ടർ എന്ന് പറയും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതും നന്നായിട്ട് അറിയാം. ഈ സിലിണ്ടറും ടീച്ചറിൻ്റെ പാൽപാത്രമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അവർ കാണാൻ ഒരുപോലെയാണല്ലേ? നോക്കിയേ, ടീച്ചറിൻ്റെ പാത്രവും ഈ സിലിണ്ടറും ഒരുപോലെ അല്ലേ? അതെ, ഒരുപോലെ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൻ്റെ ഉള്ളളവ് അല്ലെങ്കിൽ വ്യാപ്തം, അതായത് വോളിയം കണ്ടുപിടിക്കാൻ ആരുടെ വോളിയം കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ കിട്ടും? ഈ സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിച്ചാൽ കിട്ടും, അല്ലേ? അപ്പം നമുക്ക് നോക്കാം. അപ്പം നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സിലിണ്ടറിൻ്റെ വോളിയം. ദ വോളിയം ഓഫ് ദി സിലിണ്ടറാണ് നമുക്കിവിടെ
ഫൈൻഡ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ എന്തൊക്കെ വേണം? ആദ്യം സിലിണ്ടറിൻ്റെ അളവുകൾ വേണ്ടേ? അല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ സിലിണ്ടറിന് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാം. നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്. സിലിണ്ടറിൻ്റെ ഹൈറ്റ് ഉണ്ട്, പിന്നെ ഒരു ബേസ് ഉണ്ട്, ബേസിന് റേഡിയസ് ഉണ്ട്. ഇത് ഇത്രയാണ് സിലിണ്ടറിൻ്റെ അളവുകളായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സിലിണ്ടറിന് ഹൈറ്റ്, അതായത് ഉയരം, പിന്നെ ബേസ് എന്ന് പറയുന്നത്, പാദം എന്ന് പറയുന്നത് വൃത്താകൃതിയാണ്. വൃത്താകൃതിയിൽ ഉള്ളതിനൊക്കെ നമ്മൾ എന്താണ് അളന്നെടുക്കുന്നത്? വൃത്തത്തിൻ്റെ ആരം ആണ് അളന്നെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. റേഡിയസും ഹൈറ്റും ഉണ്ടെങ്കിൽ നമ്മളെ സിലിണ്ടറിൻ്റെ മെഷർമെൻറ്റ്സ് ആയി. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ വോളിയം കണ്ടുപിടിക്കുക? നമുക്ക് റേഡിയസും കിട്ടി, ഹൈറ്റും കിട്ടി. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്തുണ്ട്? ഇപ്പോൾ ഈ പിങ്ക് കളറിൽ കാണുന്നതിന് നമ്മൾ എന്തെന്ന് പറയും? അത് ഒരു സിലിണ്ടറാണ്. ആ സിലിണ്ടറിൻ്റെ റേഡിയസ് 6ഉം ഹൈറ്റ് 8ഉം ആണെന്നുണ്ട്. ടീച്ചർ ഒരു കാര്യം പറയാം. ഈ സിലിണ്ടറിനെ ടീച്ചർ ഇങ്ങനെ കട്ട് ചെയ്ത് പീസുകളാക്കിയാണ്, ഡിസ്കുകളാണ്. എന്നിട്ട് ഈ ഡിസ്കിനെ അതേപോലെ തിരിച്ചെന്ത് ചെയ്യുന്നു? റീഫിറ്റ് ചെയ്യുക. അപ്പോഴെന്ത് വരും? എഗെയിൻ സിലിണ്ടർ തന്നെ കിട്ടില്ലേ? ഒന്നും കൂടി പറയാം. സിലിണ്ടറിനെ ടീച്ചർ ഡിസ്കുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഡിസ്കിനെ അതേപോലെ തന്നെ ഡിസ്കുകളെല്ലാം റീഫിറ്റ് ചെയ്യണം. തിരിച്ച് അതുപോലെ അടുക്കി വെക്കുന്നു, കട്ട് ചെയ്ത് മാറ്റിനെ അടുക്കി വെക്കുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു? എഗെയിൻ നമുക്ക് എന്ത് ചെയ്യും? പഴയ പോലെ നമുക്ക് ആ സിലിണ്ടറിനെ തന്നെ തിരിച്ച് കിട്ടും. അപ്പോൾ എന്താ പറ്റുന്നത്? സിലിണ്ടറിനെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ ഡിസ്കുകൾ ഇങ്ങനെ അടുക്കി വെച്ചാൽ മതി. അപ്പോൾ ഡിസ്കുകളെ എങ്ങനെ അടുക്കി വെക്കണം? എച്ച് എന്ന ഉയരത്തിൽ അടുക്കി വെക്കണം. ഡിസ്ക് അടുക്കി വെക്കുന്നു എന്ന് മീൻസ് എന്താ അടുക്കി വയ്ക്കുന്നത്? ഡിസ്കിനകം എന്താണ്? സർക്കിളിൻ്റെ അകമയുള്ള ഭാഗമാണ് അല്ലേ? സർക്കിളിൻ്റെ അകമയുള്ള ഭാഗം എന്ന് പറയുമ്പോൾ അതെന്താണ്? സർക്കിളിൻ്റെ പരപ്പളവാണ്, ഏരിയയാണ്. അതായത് ഡിസ്കിൻ്റെ ഏരിയയെ, അതായത് സർക്കിളിൻ്റെ ഏരിയയെ നമ്മൾ എന്ത് ചെയ്യുന്നു? എച്ച് എന്ന ഉയരത്തിൽ നമ്മൾ അടുക്കി വെക്കുന്നു. സർക്കിളിൻ്റെ ഏരിയ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്താണ്? πr². ആ റേഡിയസ് ആണെങ്കിൽ നമുക്കറിയാം അല്ലേ, πr² ആണെന്ന്. അപ്പോൾ ഈ πr² എന്ത് ചെയ്യുന്നത്? എച്ച് ഉയരത്തിൽ അടുക്കി വെക്കുന്നത്. അതായത് πr² എച്ച് ടൈംസ് എടുക്കുന്നു. ദാറ്റ് ഈസ്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? πr² എച്ച് ടൈംസ് എടുത്ത് വയ്ക്കുമ്പോൾ വോളിയല്ലേ കിട്ടുന്നത്? സിലിണ്ടറിൻ്റെ ആ അകംഭാഗമല്ലേ കിട്ടുന്നത്? πr² അകമയുള്ള ഭാഗത്തിന് എച്ച് ഉയരത്തിൽ പൊക്കിയെടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? ആ സിലിണ്ടറിൻ്റെ മൊത്തം അകഭാഗം കിട്ടും. അതായത് πr² എച്ച് ഉയരത്തിൽ നമ്മൾ എടുക്കുന്നു. πr² എച്ച് ടൈംസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? വോളിയം കിട്ടുന്നു. മനസ്സിലായോ? ദാറ്റ് ഈസ് πr² എച്ച് ടൈം മീൻസ് πr² ഇൻറ്റു എച്ച്. അതായത് πr² എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സിലിണ്ടറിൻ്റെ വോളിയം കിട്ടും. അപ്പോൾ എന്താണ് πr²? πr² എന്ന് പറയുന്നത് ബേസ് ഏരിയ ഓഫ് ദി സിലിണ്ടർ, ഹൈറ്റ് എച്ച്. അപ്പോൾ വോളിയം ഓഫ് സിലിണ്ടർ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ πr² ഇൻറ്റു എച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് വരണ്ടേ? നമ്മൾ ബോട്ടിലിൻ്റെ എത്ര പാല് കൊള്ളും എന്നല്ലേ നമ്മൾ നോക്കാൻ പോയി വന്നത്. ബോട്ടിലിൽ എത്ര പാല് കൊള്ളും എന്നറിയാനായിട്ട് നമ്മൾ പറഞ്ഞു വോളിയമാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ബോട്ടിൽ സിലിണ്ടറിക്കൽ ഷേപ്പിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ബോട്ടിലിൻ്റെ വോളിയം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ ഇന്നലെ വീട്ടിലിരുന്ന് ഈ പാത്രത്തിൻ്റെ, അതായത് ആ ബോട്ടിലിൻ്റെ റേഡിയസും ഹൈറ്റും എല്ലാം മെഷർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. യെസ്, റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണ്, ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ വോളിയം എന്തോരും? πr². ദാറ്റ് ഈസ് π ഇൻറ്റു 5ൻ്റെ സ്ക്വയർ 25 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പോൾ 3 അളവുകളാണ്, 3 വട്ടമാണ് നമ്മൾ ഗുണിക്കുന്നത്. അതുകൊണ്ട് സെൻറ്റിമീറ്റർ ക്യൂബ് വരും. എന്തിന് വരും? യൂണിറ്റിന്. ദാറ്റ് ഈസ് 250 സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പോൾ ടീച്ചറിൻ്റെ മോന് വാങ്ങിച്ച പാൽ പാത്രത്തിൽ 250 സെൻറ്റിമീറ്റർ ക്യൂബ് പാല് കൊള്ളും. അപ്പോൾ ഇതിനകത്തുള്ള അളവിലുള്ള പാല് ടീച്ചറിന് എന്ത് ചെയ്യാം? വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ തന്നിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യണം?
നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്യണം. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ ഓഫ് റേഡിയസ് 7 മീറ്റർ ആൻഡ് ഹൈറ്റ് 15 മീറ്റർ. അപ്പോൾ അറിയാലോ, റേഡിയസ് R 7 മീറ്ററാണ്, ഹൈറ്റ് H 15 മീറ്ററാണ്. ഇത് വെച്ച് നമ്മൾ ഫോർമുലയിൽ കൊടുത്ത് ആ സിലിണ്ടറിൻ്റെ എന്ത് ഫൈൻഡ് ചെയ്യാം? വോളിയം ഫൈൻഡ് ചെയ്യാം. താങ്ക് യു.